ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് എന്താണ് ഒരു tRNA മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ. tRNA മോളിക്യൂൾ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം tRNA മോളിക്യൂൾ എന്ന് പറയുന്നത് ഓക്കെ ഈ പറയുന്ന ആദ്യം ഫ്രാൻസിസ് ക്രിക്ക് എന്ത് പറഞ്ഞു? ദർ ഹാസ് ടു ബി എ മെക്കാനിസം ടു റീഡ് ദ കോഡ് ആൻഡ് ഓൾസോ ടു ലിങ്ക് ഇറ്റ് ടു അമിനോ ആസിഡ്സ് ബിക്കോസ് അമിനോ ആസിഡ് ഹാസ് നോ സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റീസ് ടു റീഡ് ദ കോഡ് യുണീക്ലി. അതായത് ഈ പറഞ്ഞ നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ, ഫ്രാൻസിസ് ക്രിക്ക് പറഞ്ഞ കാര്യം എന്താണ്? അതായത് ഈ mRNA കോഡ് mRNA ബേസസ്, അതായത് കോഡോൺ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു പ്രത്യേക മെക്കാനിസം ഉണ്ട്. ഓക്കെ, ആ മെക്കാനിസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഡിനെ റീഡ് ചെയ്ത് അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യാൻ പറ്റൂ. കാരണം ഈ ഇവിടെ ഉണ്ടാകുന്ന അമിനോ ആസിഡ്സിന് അങ്ങനെ ഒരു സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റി ഇല്ല. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? tRNA മോളിക്യൂൾ. അപ്പം അഡാപ്റ്റർ മോളിക്യൂൾ ആ സമയത്ത് tRNA ആണ് എന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷേ അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു ടൈമിൽ അഡാപ്റ്റർ മോളിക്യൂളായ tRNA വിളിച്ചു തരുന്ന പേരാണ് sRNA. ഓക്കെ, sRNA വാസ് നോൺ ബിഫോർ ദ ജെനറ്റിക് കോഡ് വാസ് പോസ്റ്റുലേറ്റഡ്. ഹവർ അതിൻ്റെ റോള് പിന്നീടാണ് അസൈൻ ചെയ്തത്. സോ ഫ്രാൻസിസ് ക്രിക്ക് ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു ദർ ഇസ് സം മെക്കാനിസം ടു റീഡ് ദ കോഡ്. ഓക്കെ, ഈ കോഡ് ട്രിപ്ലറ്റ് കോഡോണിലെ ആ ഒരു കോഡിനെ റീഡ് ചെയ്യാൻ എന്തോ ഒരു മെക്കാനിസം ഉണ്ട്. പക്ഷേ ആ മെക്കാനിസം എന്താണ്? അദ്ദേഹം പറഞ്ഞ ഒരു അഡാപ്റ്റർ മോളിക്യൂളിൻ്റെ ഫോമിലായിരിക്കും. ഓക്കെ, അത് ആ ടൈം പോസ്റ്റുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്? sRNA ആയിട്ടാണ്. പിന്നെയാണ് അത് tRNA ആയിട്ട് അറിയപ്പെട്ടത്. ഓക്കെ, സോ എന്താണ് ഒരു tRNA മോളിക്യൂൾ? നിങ്ങൾ നോക്കി, ഒരു tRNA മോളിക്യൂളിൽ നോക്കുമ്പം അതിന് 4 ഭാഗമുണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് ആൻ ആൻറ്റികോഡോൺ ലൂപ്പ്. ആൻറ്റികോഡോൺ ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ദാറ്റ് ഹാസ് ബേസസ് കോംപ്ലിമെൻറ്റാരിറ്റി ടു ദ കോഡ്. അപ്പോൾ കോഡിന് കോംപ്ലിമെൻറ്റാരിറ്റി ഉള്ള ബേസസ് ഉള്ള റീജിയനാണ് ആൻറ്റികോഡോൺ ലൂപ്പ്. സോ ഇപ്പം നമ്മൾ മെസ്സഞ്ചർ mRNA ട്രിപ്ലറ്റ് കോഡോൺ നോക്കുകയാണെങ്കിൽ ആ കോഡോണിൽ എന്താണ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസസ് ഉള്ള ഈ പറഞ്ഞ tRNA ഏരിയയാണ് ഈ പറഞ്ഞ ആൻറ്റികോഡോൺ ലൂപ്പ്. ഓക്കെ, and also it has an amino acid acceptor into which it binds to the amino acid. So amino acid acceptor എന്താണ് ഇത്? amino acid acceptor ഉണ്ട്, അവിടെയാണ് amino acids വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, tRNA are specific for each amino acid. ഓരോ tRNA ഓരോ amino acidന് സ്പെസിഫിക് ആണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു tRNA സെറീൻ ആണ് സ്പെസിഫിക് എങ്കിൽ ഈ ഒരു tRNA ടൈറോസിൻ ആണ്. സോ ഇഫ് ദിസ് tRNA is specific for serine, then this one is specific for tyrosine. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യുക. ദെൻ for initiation there is another specific tRNA that is referred to as initiator tRNA. അപ്പം ഇനീസിയേഷൻ അതായത് നമുക്ക് ഇനീസിയേഷൻ ട്രാൻസ്ലേഷനിലെ ഇനീസിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു സ്പെസിഫിക് ആയി ഒരു ഇനിഷ്യേറ്റർ tRNA ഉണ്ട്. ഓക്കെ, ദർ ആർ നോ tRNAs ഫോർ സ്റ്റോപ്പ് കോഡൺ. എന്നാൽ സ്റ്റോപ്പ് കോഡൺ ഒരു tRNA ഇല്ല. നമ്മൾ ഈ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ക്ലോവർ ലീഫ് നോക്കി, ഒരു ക്ലോവർ ലീഫ് പോലെയുണ്ട്. ആക്ച്വലി ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഇൻവേർട്ടഡ് എൽ ഷേപ്പ് ഉണ്ട്. അപ്പം ഇൻവേർട്ട് ചെയ്ത ഒരു എൽ ഷേപ്പ് പോലെ ഉണ്ട്. ഓക്കെ, ഇൻവേർട്ട് ചെയ്തൊരു എൽ ഷേപ്പ് ഉണ്ട് നോക്കി, ഇങ്ങനെ ഇൻവേർട്ട് ചെയ്ത ഒരു എൽ ഷേപ്പ് പോലെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ നോക്കുക, ഈ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അഡാപ്റ്റർ മോളിക്യൂൾ tRNA ഒരു ആൻറ്റികോഡോൺ റീജിയൻ ഉണ്ട് വിച്ച് കോഡ്സ് ഫോർ ബേസസ് കോംപ്ലിമെൻ്ററി ടു ദി കോഡ്. ദെൻ ഇറ്റ് ഓൾസോ ഹാസ് ആൻ അമിനോ ആസിഡ് അക്സെപ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ കോഡിനനുസരിച്ചുള്ള അമിനോ ആസിഡ്സ് ഇവിടെ വരും. ദെൻ എന്താണ് പിന്നെന്താണ് ഇതിനൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് tRNA ഉണ്ട്. അത് തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനീഷ്യേറ്റർ tRNA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി tRNA ഫോർ സ്റ്റോപ്പ് കോഡോൺസ് ഇല്ല എന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഓരോ tRNA ബൈൻഡ് ചെയ്യുന്ന സ്പെസിഫിക് അമിനോ ആസിഡിന്. ഇനി എന്താണ് ട്രാൻസ്ലേഷൻ? ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ടു ഫോം എ പോളിപെപ്റ്റൈഡ്. ഒരു പോളിപെപ്റ്റൈഡ് ഫോം ചെയ്യാൻ വേണ്ടി അമിനോ ആസിഡ്സിനെ പോളിമറൈസ് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ ഓർഡർ ആൻഡ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആർ ഡിഫൈൻഡ് ബൈ ദി സീക്വൻസ് ഓഫ് ബേസസ് ഇൻ ദി mRNA. സോ mRNA സീക്വൻസ് mRNA ബേസിൻ്റെ സീക്വൻസിനെ ബേസ് ചെയ്താണ് നമ്മുടെ അമിനോ ആസിഡ്സിൻ്റെ ഓർഡറും സീക്വൻസും ഉണ്ടാകുന്നത്. ഓക്കെ, ദ അമിനോ ആസിഡ്സ് ആർ ജോയിൻഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. സോ അമിനോ ആസിഡ്സ് ഉണ്ടാകുന്ന അമിനോ ആസിഡ്സിനെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? പെപ്റ്റൈഡ് ബോണ്ടിലൂടെയാണ്. ഓക്കെ, ദെൻ ഈ അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് വേണം. ആ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ എനർജി വേണം. ഓക്കെ, ദെയർഫോർ ഇൻ ദ ഫസ്റ്റ് ഫേസ് ഇറ്റ്സെൽഫ് അമിനോ ആസിഡ് ആർ ആക്ടിവേറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ്
ATP and linked to their cognate tRNA, a process called charging of tRNA or amino acylation of tRNA. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. ഓക്കെ, പോളിപെപ്റ്റൈഡ് ഉണ്ടാകാൻ വേണ്ടി അമിനോ ആസിഡിനെ പോളിമറൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിൽ ഈ പറഞ്ഞ mRNA-യിലെ ഓർഡർ ആൻഡ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആരാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഈ പറഞ്ഞ അതിലെ സീക്വൻസ് ഓഫ് ബേസസ് ആണ്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം, അമിനോ ആസിഡിന്റെ ഇടയ്ക്കുണ്ടാകുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ടെങ്കിൽ ഈ പറഞ്ഞ ബോണ്ടിനെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ പറഞ്ഞ ബോണ്ട്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതിനുവേണ്ടി ഹൈ എനർജി വേണം. ആ ഹൈ എനർജി ഈ പറഞ്ഞ ബോണ്ട് ഉണ്ടാകാൻ വേണ്ടിയുള്ള ഹൈ എനർജി എങ്ങനെയാണ്? അതായത് നമ്മൾ ആദ്യം തന്നെ അമിനോ ആസിഡിനെ ഈ പറഞ്ഞ tRNA-യിലോട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് അതിന് ആഡ് പ്രസൻസ് ആക്ടിവിറ്റിയും ATP മോളിക്യൂൾ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കി, ഇവിടെ ഈ പറഞ്ഞ സെറീന് ആദ്യം തന്നെ ഇവരുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ATP ആയിട്ട് വന്ന് ATPയുടെ പ്രസൻസിൽ ഇവരെ ചാർജ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പം അതിനെയാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ചാർജിങ് ഓഫ് tRNA ഓർ അമിനോ അസൈലേഷൻ ഓഫ് tRNA. ചാർജിങ് ഓഫ് tRNA ഓർ അമിനോ അസൈലേഷൻ ഓഫ് tRNA. അങ്ങനെ രണ്ട് ചാർജ്ഡ് tRNA, ഇപ്പം നോക്കിയേ, രണ്ട് ചാർജ്ഡ് tRNA, ഇതൊരു ചാർജ്ഡ് tRNA, ഇത് അടുത്ത ചാർജ്ഡ് tRNA ആണെങ്കിൽ രണ്ട് ചാർജ്ഡ് tRNA അടുത്തടുത്ത് വരുവാണെങ്കിൽ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക്, സെറീനും ടൈറോസിൻ്റെ ഇടയ്ക്കും ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. ഇങ്ങനെയാണ് അമിനോ ആസിഡ്സിനെ ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ദസ് ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ കാറ്റലിസ്റ്റ് ഏതാണ്? ഈ പറഞ്ഞ ATP എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനെ നല്ല രീതിക്ക് സഹായിക്കും എന്നൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യുക. The cellular factory responsible for synthesizing protein in ribosome. അപ്പം എവിടെ വെച്ചാണ് ഈ പറഞ്ഞ പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്ന? റൈബോസോമിൽ വെച്ചാണ്. ഓക്കെ, ആ റൈബോസോമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം 80 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ഇതിൻ്റെ ഇനാക്റ്റീവ് സ്റ്റേജിൽ റൈബോസോം എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? ഒരു ലാർജ് യൂണിറ്റും ഉണ്ട്, ഒരു സ്മോൾ സബ് യൂണിറ്റും ഉണ്ട്. ഓക്കെ, സോ ഒരു ലാർജ് സബ് യൂണിറ്റും ഉണ്ട്, സ്മോൾ സബ് യൂണിറ്റും ഉണ്ട്. അതിൽ ആ സ്മോൾ സബ് യൂണിറ്റിലാണ് ആര് വരുന്നത്? mRNA വന്ന് എൻകൗണ്ടർ ചെയ്യുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ of mRNA to protein begins in the smaller subunit because ഇങ്ങനെയാണ് ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ പറഞ്ഞ സ്മോൾ സബ് യൂണിറ്റ് വന്ന് ആര് വന്ന് ബൈൻഡ് ചെയ്യും? mRNA വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ mRNA ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഏത് യൂണിറ്റിലാണ്? സ്മോൾ സബ് യൂണിറ്റിൽ. ഓക്കെ, ദർ ആർ 2 sites in the large subunit for subsequent amino acid to bind and thus be close enough to each other to form peptide form. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലാർജ് സബ് യൂണിറ്റിൽ 2 സൈറ്റുകളുണ്ട്. ആ 2 സൈറ്റിലാണ് ഈ പറഞ്ഞ അമിനോ ആസിഡ്സ് വന്ന് എന്ത് ചെയ്യാൻ പറ്റും? ദേ ആർ ക്ലോസ് ഇനഫ്. ഈ അമിനോ ആസിഡ്സിന് അടുത്തടുത്ത് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലാർജ് സബ് യൂണിറ്റ് നോക്കുമ്പം നമ്മൾ രണ്ട് സൈറ്റുണ്ട്. അപ്പോൾ ആ 2 സൈറ്റിൽ ഇതേപോലെ സബ്സിക്വൻ്റ് ആയ അമിനോ ആസിഡിന് വന്നിട്ട് പരസ്പരം ജോയിൻ ചെയ്യാൻ പറ്റും. ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 3 സബ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഇപ്പം നമ്മൾ ഈ 2 സബ് യൂണിറ്റ്സ് വെച്ച് പഠിക്കുന്നുള്ളൂ. ഓക്കെ, 3 സബ് യൂണിറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഈ റൈബോസോം ഹാസ് ലാർജർ യൂണിറ്റ് ഓഫ്, ഒരു മിനിറ്റ്, ക്ലാരിഫിക്കേഷൻ. സോ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തതാ, ലാർജർ സബ് യൂണിറ്റിലാണ് ഈ 3, റൈബോസോമിലെ ലാർജർ സബ് യൂണിറ്റിലാണ് ഈ 3 സൈറ്റ്. EP എന്ന് പറഞ്ഞ 3 സൈറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ ഈ പറഞ്ഞ ഈ പിയും എയുടെ അവിടെ വെച്ചിട്ടാണ് ഈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ EP എന്ന് പറയുന്ന 3 യൂണിറ്റ്സ് ഉണ്ട്, 3 സബ് യൂണിറ്റ് ഉണ്ട്. ഈ ലാർജർ സബ് യൂണിറ്റിൽ 3 സൈറ്റ് ഉണ്ട്, ലാർജർ സബ് യൂണിറ്റിൽ 3 സൈറ്റ് ഉണ്ട്. EPA അതിൽ പിയും എയുടെ ഇടയ്ക്ക് വെച്ചാണ് ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അതാണ് അവർ പറഞ്ഞത് 2 സൈറ്റിൽ വെച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ബിക്കോസ് അമിനോ ആസിഡ്സ് ആർ close enough. Okay, the ribosome also act as a catalyst for formation of peptide bonds. So ആരാണ് ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? റൈബോസോമാണ് ഇവിടെ പെപ്റ്റൈഡ് ബോണ്ട് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഞാൻ മുമ്പേ ഒരു മിസ്റ്റേക്ക് പറഞ്ഞ് അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക. കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന റൈബോസോമാണ്, കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന റൈബോസോമാണ്. ഓക്കെ, ദെൻ a translation unit is mRNA is the sequence of RNA that is flanked by the start codon AUG and the stop codon and codes for polypeptide. Okay, so a translation unit in mRNA is ഫ്ലാങ്ക്ഡ് ബൈ ഏതൊക്കെയാണ്? ഒരു സ്റ്റാർട്ട് കോഡോനും ഉണ്ട്, ഒരു സ്റ്റോപ്പ് കോഡോനും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പോളിപെപ്റ്റൈഡ് കോഡ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടെ ഉണ്ടെന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ
An mRNA also has an additional sequence that are not translated and are referred to as untranslated region. Okay, so the untranslated regions are present before 5' end, that is before start codon and after stop codon. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ റീജിയൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 3 പാർട്ടുകളുണ്ട്. ഏതൊക്കെയാണ്? ഒരു റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സ്റ്റാർട്ട് കോഡോൺ, അടുത്ത സ്റ്റോപ്പ് കോഡോൺ. സ്റ്റാർട്ട് കോഡോൺ എപ്പോഴും AUG ആണ്. AUG എന്താണ്? സ്റ്റാർട്ട് കോഡോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? AUG ആണ്. AUG കോഡ് ചെയ്യുന്ന ഏത് അമിനോ ആസിഡാണ്? മെത്തിയോണൈൻ. സോ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാണോ ഈ ഒരു ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുത്തെ കോഡോണ് സ്റ്റാർട്ട് കോഡോൺ. അത് കോഡ് ചെയ്യുന്ന ഏത് പ്രോട്ടീനാണ്? മെത്തിയോണൈനാണ്. പക്ഷേ സ്റ്റോപ്പ് കോഡോൺ ഒരു പോളിപെപ്റ്റൈഡിൻ്റെ കോഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള റീജിയനാണ്, ഫ്ലാങ്ക് ചെയ്യുന്ന റീജിയനാണ് ഈ പറഞ്ഞ ട്രാൻസ്ലേഷണൽ യൂണിറ്റ്. ഇനി സ്റ്റാർട്ട് കോഡോൻ്റെ ബിഫോറും സ്റ്റോപ്പ് കോഡോൻ്റെ ആഫ്റ്റർ, ദാറ്റ് ഈസ് ബിഫോർ 5' എൻഡ് ഓഫ് ദാറ്റാണ് സ്റ്റാർട്ട് കോഡൺ. സ്റ്റാർട്ട് കോഡോൻ്റെ മുമ്പേ ആയിട്ടുള്ള എൻഡാണ് 5' എൻഡും. ആ 5' എൻഡിൻ്റെ മീൻസ് 5' എൻഡിലാണ് സ്റ്റാർട്ട് കോഡോണ്. ഓക്കെ, സോ ബിഫോർ ദി എന്താണ് ഈസ് ബോത്ത് എൻഡ് ബിഫോർ മീൻസ് സ്റ്റാർട്ട് കോഡോൺ മീൻസ് ആ 5' എൻഡിലെ ബിഫോർ സ്റ്റാർട്ട് കോഡോണിലും 3' എൻഡിൽ ആഫ്റ്റർ സ്റ്റോപ്പ് കോഡോണും ദർ ആർ സർട്ടൺ റീജിയൻസ്. അവിടെ ട്രാൻസ്ലേഷൻ നടക്കാത്ത റീജിയൻസ് ആണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്, ഓർ നമ്മൾ എന്തെന്ന് പറയും? UTR എന്ന് പറയും. ഓക്കെ, UTR എന്ന് പറയുന്ന റീജിയൻ ഉണ്ടെന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, വെയിറ്റ്, UTR എന്ന റീജിയൻ ഉണ്ടെന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഫോർ ഇനീസിയേഷൻ ദ റൈബോസോം ബൈൻഡ്സ് ടു mRNA അത് സ്റ്റാർട്ട് കോഡാണ്. അപ്പം റൈബോസോം എവിടെ വന്ന് ബൈൻഡ് ചെയ്യും? mRNA റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യും. അത് സ്റ്റാർട്ട് കോഡോൺ എന്തിനാണ്? ഇനിഷ്യേറ്റ് ചെയ്യാൻ, ട്രാൻസ്ലേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ റൈബോസോം എവിടെ വന്ന് ബൈൻഡ് ചെയ്യും? mRNAയുടെ റീജിയൻ സ്റ്റാർട്ട് കോഡോണിൻ്റെ റീജിയൻ വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, അതിനെ റെക്കഗ്നൈസ് ചെയ്ത് പിന്നെ ആര് വരും? tRNA ബൈൻഡ് ചെയ്യും, ഇനിഷ്യേറ്റർ tRNA. സോ വൺസ് ദ റൈബോസോം ബൈൻഡ്സ് ടു ദി mRNA അത് സ്റ്റാർട്ട് കോഡോൺ ഏതാണ്? AUG ആണ്. അവിടെ ദാറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ഓൺലി ബൈ, അവിടെ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആരുണ്ട്? ഇനിഷ്യേറ്റർ tRNA. ഓക്കെ, then the ribosome proceeds to elongation phase of protein synthesis. അപ്പം ഈ റൈബോസോം പിന്നെ എന്ത് ചെയ്യും? ഇതേപോലെ പ്രോട്ടീൻ സിന്തസിസിൽ ആ എലോങ്ങേഷൻ ഫേസിലൂടെ പോവുകയും ഇനി ഈ സ്റ്റേജിലൂടെ എന്താണ്? കോംപ്ലക്സസ് കമ്പോസ്റ്റ് ഓഫ് അമിനോ ആസിഡ്സ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ഇലോങ്ങേഷൻ ഫേസ് സംഭവിക്കുന്ന ടൈമിൽ നിങ്ങൾ നോക്കിയേ ആദ്യം ഇവിടെ ഒരു ഇനിഷ്യേറ്റർ കോഡൺ വന്ന് tRNA വന്ന് ബൈൻഡ്, ആദ്യമേ mRNA വന്ന് റൈബോസോമിൽ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇനിഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അതിൻ്റെ ഇനിഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശേഷം എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഈ പറഞ്ഞ AUG അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോൺ ആര് റെക്കഗ്നൈസ് ചെയ്യും? ഇനിഷ്യേറ്റർ tRNA റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെ റൈബോസോം എങ്ങനെ പ്രൊസീഡ് ചെയ്യും? റൈബോസോം ഈ പറഞ്ഞ പ്രോട്ടീൻ സിന്തസിസിലോട്ടങ്ങ് പ്രൊസീഡ് ചെയ്യും. ഇനി ഈ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് അങ്ങോട്ട് ഓരോ അമിനോ ആസിഡ്സ് 1 by 1 അതിൻ്റെ ഇടയ്ക്ക് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്ത് അവർ പിന്നെ എന്താണ് ഈ പറഞ്ഞ കോംപ്ലിമെൻ്ററി ബേസ് പെയർസ്, mRNAയുടെ കോംപ്ലിമെൻ്ററി ബേസ് പെയർ അനുസരിച്ച് പിന്നെ എന്ത് ചെയ്യും? സീക്വൻഷ്യലി ഈ പറഞ്ഞ tRNA അമിനോ ആസിഡ്സ് ആയിട്ട് ലിങ്ക് ചെയ്ത് അവിടെ വന്ന് ഈ കോഡോണായിട്ട് ബൈൻഡ് ചെയ്യുകയും അങ്ങനെ അമിനോ ആസിഡ്സിൻ്റെ ഇടയ്ക്ക് പിന്നെ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഈ അമിനോ ആസിഡ്സ് എല്ലാം ആഡ് ചെയ്ത ശേഷം എന്താണ് സംഭവിക്കുന്നത്? ടുവേർഡ്സ് ദ എൻഡ് അറ്റ് ദി എൻഡ് ഒരു റിലീസ് ഫാക്ടർ വന്ന് സ്റ്റോപ്പ് കോഡോണി ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ട്രാൻസ്ലേഷൻ ടെർമിനേറ്റ് ചെയ്യുക. ഒന്നും കൂടെ മനസ്സിലാക്കുക. ഇനിഷ്യേഷൻ സമയത്ത് റൈബോസോം എവിടെ വന്ന് ബൈൻഡ് ചെയ്യും? mRNA ബൈൻഡ് ചെയ്യും. ആൻഡ് അറ്റ് ദ സ്റ്റാർട്ട് കോഡോണിലൊക്കെ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഇതിനെ ആര് റെക്കഗ്നൈസ് ചെയ്യും? tRNA, ഇനിഷ്യേറ്റർ tRNA റെക്കഗ്നൈസ് ചെയ്യും. അവർ ഈ പറഞ്ഞ ഇനിഷ്യേറ്റർ കോഡോൺ മീൻസ് സ്റ്റാർട്ട് കോഡോണിൻ്റെ അവിടെ വന്ന് എന്ത് ചെയ്യും? AUGയുടെ അവിടെ മെത്തിയോണൈനെ കോഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? ഡ്യൂറിങ് ദിസ് ഫേസ് ഈ പറഞ്ഞ കോംപ്ലക്സസ് ഓഫ് കമ്പോസ്റ്റ് ഓഫ് അമിനോ ആസിഡ് ലിങ്ക് ടു tRNA സീക്വൻഷ്യലി ബൈൻഡ് ടു അപ്രോപ്രിയേറ്റ് DNA. അപ്പം അപ്രോപ്രിയേറ്റ് mRNA. അപ്പം ഇതിന് ശേഷം എന്താണ്? അപ്രോപ്രിയേറ്റ് ആയ mRNA ആര് വന്ന് ബൈൻഡ് ചെയ്യും? ഇതേപോലെ 1 by 1 ഇൻ എ സീക്വൻസ് tRNA വിത്ത് ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഇവർ ഈ ഒരു എലോങ്ങേഷൻ പ്രോസസ്സിലൂടെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് റൈബോസോം ഒരു കോഡോണിൽ നിന്ന് അടുത്ത കോഡോണിലേക്ക് പോകുമ്പോഴത്തേക്ക് അമിനോ ആസിഡ്സ് ഒന്നിൻ്റെ പുറകിൽ ഒന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ ഇൻ ടു പോളിപെപ്റ്റൈഡ് നടക്കുന്നതും. പിന്നെ എന്താണ്? അവസാനം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഒരു റിലീസ് ഫാക്ടറി പറഞ്ഞ സ്റ്റോപ്പ് കോഡോണി വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ റിലീസ് ഫാക്ടർ വന്ന് ഈ പറഞ്ഞ സ്റ്റോപ്പ് കോഡോണി ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. മാത്രമല്ല ഫൈനലി ദ പോളിപെപ്റ്റൈഡ് വിൽ ഗെറ്റ്
റിലീസ്ഡ്. അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ.